എന്റെ ഗേൾസ് വേണം എനിക്ക് എന്നെ പവർ ആക്കണമെങ്കിൽ. എവിടെ എന്റെ വേറൊരു ഗേൾ? ഹൈ ബ്യൂട്ടിഫുൾ ഗേൾ. ഹൈ യു ടു. ഇന്ന് നമ്മൾ എല്ലാരും ഭയങ്കര ഗ്ലാമർ ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? വനിതാ ദിനത്തിന്റെ എപ്പിസോഡ്. അതെ അതെ, ഒരു കാര്യം ചെയ്യ്, ഈ ചെമ്പരത്തി പോലും എടുത്തോണ്ട് പോവാ. നമ്മളെ അങ്ങനെ കളിയാക്കരുത്. കോമ്പറ്റീഷൻ കൂടുതലായത് കൊണ്ട് ഞങ്ങൾ പല പല വേഷം. ആലിസ് പറഞ്ഞ കോമ്പറ്റീഷൻ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രേക്ഷകരെ, ഇന്ന് നമ്മുടെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്ന നാട്ടുകൂട്ടം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മി. എന്താണ് ഈ നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മി? എല്ലാരും ആലോചിക്കും, വാട്ട് ഇസ് നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മി? ജയലക്ഷ്മിയുടെ അടുത്ത മുഖം. അതെ, ആദ്യം നമുക്ക് ജയലക്ഷ്മിയുടെ മുഖം എന്നറിയാം. അതെ. ഹായ് ജയലക്ഷ്മി. ഹലോ. ഹായ്. ഇനി പറഞ്ഞോളൂ, നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മി എന്താണ്? ഈ നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മി. നെക്സ്റ്റ് ഫേസ് ബൈ ജയലക്ഷ്മി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡലിംഗ് അക്കാഡമിയാണ്. അപ്പോൾ ഒരു 6 months ആയിട്ട് നെക്സ്റ്റ് ഫേസ് പ്രവർത്തിക്കുന്നു. ഓ നൈസ്. പക്ഷെ ജയലക്ഷ്മിക്ക് ഏകദേശം ഒരു 8 yearsനോളം എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ? ബാൻഡുകളുടെ കൂടെ റാമ്പ് വാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ആൻഡ് അക്കാഡമി ഒക്കെ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന പിള്ളേരാണോ ഇവര്? അതെ, നമ്മുടെ അക്കാഡമിയിലെ സ്റ്റുഡൻസിന് ഈ ഷോയ്ക്കായിട്ട് പെർട്ടിക്കുലർലി പിക്ക് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നു. ഈ റാമ്പൊക്കെ നമ്മൾ പഠിക്കും. ചേച്ചിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ചേച്ചി എത്രയോ സ്റ്റേറ്റ്സ് അല്ലേ ചേച്ചി? റാമ്പൊക്കെ ഭയങ്കര ഹീൽസ് ഒക്കെ ഇട്ട് ഭയങ്കര ബോഡി വേണം, പോസ്ചർ ഒക്കെ കറക്റ്റ് വേണം അല്ലേ? ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അതെ. യു വാണ്ട് ടു ഷെയർ സം ഓഫ് യുവർ എക്സ്പീരിയൻസ് ഇൻ ദാറ്റ്? ഷുവർ. ഞാൻ ഈ ഫീൽഡിൽ വന്ന സമയത്ത് സ്കൂളോ കോളേജോ ഒന്നും ഉണ്ടായിരുന്നില്ല. 1994 ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നത്. മോഡലിംഗ് സ്കൂളല്ലേ? മോഡലിംഗ് സ്കൂളേ ഇല്ല. മിസ് ഇന്ത്യ ആയത് 1994. 1993 ഞാൻ മോഡലിംഗ് അല്ലാതെ ഫാഷൻ ഷോസ് ചെയ്യുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് കിലോമീറ്റർ നടന്ന് പഠിച്ച ഇതാണ്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരലും കുറേ നല്ല ടീച്ചേഴ്സ് വരലും ഇറ്റ്സ് എ ഗുഡ് തിങ്. മോഡലിംഗ് ഈസ് എ വെരി ഗുഡ്, ഒരു നല്ലൊരു ഇൻഡസ്ട്രിയാണ്. ആൻഡ് പക്ഷേ എങ്ങനെ നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് ഗുരു ആണ്, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗുരു. ദാറ്റ്സ് ഓൾ ഐ ബിലീവ്. ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും ജയലക്ഷ്മിയുടെ സ്റ്റുഡൻസിന്റെയും ജയലക്ഷ്മിയുടെ പെർഫോമൻസ് കാണണം എന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. സ്പെഷ്യലി അഖിൽ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മൈൻഡ് വോയിസ്. അതെ, അത് മാത്രമല്ല, അഖിലേട്ടൻ ഇന്ന് പ്രത്യേകം കേരള തനിമയോടെ ഇറങ്ങിയേക്കാണെന്ന്. അതായത് മോഡൽ ആയിട്ടുള്ള കുട്ടികൾക്ക് എപ്പോഴും കുറച്ച് അട്രാക്ഷൻ നാടൻ ആൺകുട്ടികളോടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ഫ്രീക്ക് വേണേലും കാണിച്ചു, പക്ഷെ എന്നതിന് കിട്ടില്ല. പക്ഷെ 2 മണിക്കൂർ ഇവിടെ വന്ന് ഇത്രയും നിന്ന് എളിഞ്ഞിട്ടും ഒരാളും തിരിഞ്ഞു നോക്കിയിട്ട്. ശരി, അപ്പൊ ചേട്ടത്തിനെ ഞങ്ങൾ സൈഡാക്കിയ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ കോമഡി മാസ്റ്റേഴ്സ് ആരംഭിക്കാൻ പോവുകയാണ്. ചിരിക്കാൻ റെഡിയാണോ? ശരിക്കും മോഡൽ സംഘം ഭയങ്കര സീരിയസ് ആയിട്ട് ആറ്റിറ്റ്യൂഡ് ഇരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ആറ്റിറ്റ്യൂഡ് വേണ്ട, ഇവിടെ ചിരി മാത്രം മതി. ആറ്റിറ്റ്യൂഡ് ഒക്കെ നമുക്ക് ലാസ്റ്റ്. ഓക്കെ, ചിരിക്കാൻ റെഡി ആയിക്കോ. സ്കിറ്റ് കാണാം. ഫോക്കസ് ഓൺ ദിസ് സൈഡ് ഓൾസോ. ഓക്കെ, റെഡി. ഹായ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സന്തോഷത്തിന്റെ ദിനമാണ്. നമ്മുടെ ഫ്ലോറിൽ നിന്ന് തന്നെ പോയിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് തിരിച്ചു വരികയാണ് ഇങ്ങോട്ട്. ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. അത് വേറെ ആരുമില്ല, രാജമൗലിയുടെ ഇപ്പോൾ റിലീസാനിരിക്കുന്ന ഒരു പുതിയ സിനിമ ഏമണ്ടി താമണ്ടി വാഴപ്പിണ്ടി എന്ന ചിത്രത്തിലെ മെയിൻ ഹീറോ നമ്മുടെ ഈ ഫ്ലോറിൽ നിന്ന് പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അമ്പിളിക്കുട്ടനെ ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Come on. ഹായ് സർ, വെൽക്കം. എവന്റെ പടം മിക്കവാറും പൊളി. പറയാ എണ്ണക്കേട് പറയല്ലേ, പൊളിയോ? അത് ഇറങ്ങിയിട്ടോട്ടെ പൊളിയായി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ അമ്പിളിക്കുട്ടനായാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് പോയതുപോലെ അല്ല അദ്ദേഹം വന്നിരിക്കുന്നത്. എങ്കിൽ തന്നെയും നമുക്ക് സന്തോഷമുണ്ട്. അപ്പോ ഇന്റർവ്യൂലേക്ക് കിടക്കാം. ഇനി കടന്നിട്ടാണ് ചെയ്യണ്ടെങ്കിൽ കിടക്കാം. ഇന്റർവ്യൂലേക്ക് പ്രവേശിക്കാം, തുടങ്ങാം. അപ്പൊ സാർ, എന്നെ സാറേ നിന്ന് വിളിക്കരുത്. ഞാൻ ഇവിടുന്ന് നമ്മൾ ഒരുമിച്ച് സ്കിറ്റ് കളിച്ചിട്ടുണ്ടല്ലേ ഇവിടെ. എന്നാലിപ്പോ ആ നിലയിലല്ലേ നിൽക്കുന്ന ഒരു മെഗാസ്റ്റാർ അല്ലേ? അങ്ങനെ കരുതണ്ട. പിന്നെ എന്താണ് വിളിക്കേണ്ടത്? എന്നെ അനങ്ങന്നെ എന്ന് വിളിച്ചാൽ മതി. അനങ്ങന്നെയാ? അങ്ങനെ വിളിക്കും. അങ്ങനെ അങ്ങനെ വിളിച്ചാൽ മതി. അപ്പൊ എന്തായാലും എനിക്ക് സാറെന്ന് വിളിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
കുറച്ച് വിശേഷങ്ങൾ അറിയണം. ഇപ്പം സിനിമ ഏകദേശം റിലീസ് ആകാനുള്ളത് പോവുകയാണ്. അതെ 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 അപ്പോ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അതെ 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 അപ്പൊ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പറയാം, എല്ലായിടത്തും പറയാം. അപ്പൊ അവിടുത്തെ സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. രാജമൗലി സാറായിട്ട് എങ്ങനെയായിരുന്നു? നല്ല കമ്പനി ആയിരുന്നു. ഇപ്പൊ നല്ല മനുഷ്യനാണ്, ആ. നല്ല മനുഷ്യൻ. അപ്പൊ എന്തായാലും ഈ തെലുങ്ക് പടമൊക്കെ പറയുമ്പോൾ നല്ല ഒരുപാട് കാശ് കാണും അല്ലേ? കാശൊക്കെ ആയി കാണും. ആ, ഒരുപാടൊന്നും ഇല്ല, എന്നാലും ഇപ്പൊ ഞാൻ വീടൊക്കെ വെച്ചു. വീട് വെച്ചു. ആ ശരി, വലിയ വീടാണോ? ആ, ഏകദേശം വലിയ വീട്. എന്റെ പണിഞ്ഞ മേച്ചിരിക്കാൻ 5 CPR കൊടുത്തു. സുഖമില്ലയാ? അല്ല, മറ്റേ കാശായിട്ട് കൊടുക്കുമല്ലോ. 5 CR എന്നാണോ? ആ, അത് കൊടുത്തേ. ലക്ഷങ്ങളൊന്നും ഇല്ലെന്നുള്ളത്. ഇനി ഇപ്പൊ കാറായി, വീടായി, ആ, ഇനി ഒരു പെണ്ണ് വേണം. കറക്റ്റ്. ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി ശരി, പെണ്ണ് വേണം. ആ. എങ്ങനെയായിരിക്കണം? മനസ്സിലുള്ള നല്ല സുന്ദരിയായിരിക്കണം, തറവാട്ടി പറഞ്ഞൊരു കുട്ടിയായിരിക്കണം. ആ. പിന്നെ ജോലി വേണം, ശമ്പളം വേണം. ഇതിന് ശമ്പളം എന്നാലും എനിക്ക് വാടക തരാൻ പറ്റുമോ? വാടക കൊടുക്കാൻ? വീട് വാടകയ്ക്ക് ഇപ്പൊ ബന്ധം ബന്ധുക്കൾക്കും കൊടുക്കും. അതല്ല ഞാൻ പറഞ്ഞത്. കല്യാണം കഴിച്ചവർക്കും കൊടുക്കാം, നമുക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. വീട് കെട്ടിയിട്ടേക്കല്ലേ. സാറിന്റെ ഇഷ്ടം. ഓക്കെ, പിന്നെ ഈ രാജമൗലി സാറായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാന്ന്? നല്ല മനുഷ്യനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറിനും അതേപോലെ തന്നെ, അതുള്ള സാറിന്റെ കുടുംബക്കാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? ഈ രാജമൗലി സാറിന്റെ വകയിൽ ഒരു പെൺകുട്ടിയുണ്ട്, എന്റെ ഭയങ്കര ഫാനാണ്. രാജമൗലി സാറിന്റെ വകയിലുണ്ട്, അത് രാജ ലൗലി. ആ കുട്ടിയുടെ പേര് രാജ എന്നുണ്ട്. അവര് രാജ പിടിച്ചാണ് പോകുന്നത്. ആണല്ലേ? വീട്ടിന്റെ ഫ്രണ്ടിൽ മുറുക്കാങ്കട നടത്തുന്നത് രാജകുമാരൻ. രാജകുമാരൻ മുറുക്കങ്ങട നടത്തും. കുമാരൻ എന്നാണ് പേര്, രാജപുള്ളി കൂട്ടിച്ചേർത്ത. ഇതിന്റെ മുമ്പിലല്ലേ വീട്. അത് ശരിയാ. അപ്പൊ വീട്ടിലെല്ലാവർക്കും രാജ എന്ന് പേരുണ്ട്. പിന്നെ പുള്ളിയുടെ വീട്ടിൽ സാധാ പാമ്പൊന്നും കയറൂല, രാജവെമ്പാല അത് ശരി കയറുള്ളൂ. പുള്ളിയുടെ വീട്ടിൽ പണിക്ക് വരുന്നവരൊക്കെ രാജശില്പികൾ. അങ്ങനെയുണ്ട്. പുള്ളിക്ക് അങ്ങനെ ഇഷ്ടമുള്ളൂ. എന്തിനേറെ പറയുന്നു, പുള്ളിയുടെ വീട്ടിലൊരു പള്ളി ഇരിപ്പുണ്ട്, രാജഗൗളി. അങ്ങനെയാണ് അവിടെ സംഭവം. വിശേഷം കേൾക്കുന്ന ഭയങ്കര രസമുണ്ട്. സാർ, ഇപ്പൊ സിനിമ റിലീസായി കഴിഞ്ഞാൽ തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും വിളി വരാൻ ചാൻസ് ഉണ്ടോ? എന്തിന് റിലീസ് ആവണം? എന്റെ തോമസ് എല്ലാ ഭാഷയിൽ നിന്നും വിളി വരും. അതല്ല ഞാൻ ചോദിച്ചത്, വേറെ വിഷയങ്ങൾ കിട്ടാനേ ഒരുപാട് നമുക്ക് ഭാഷയിൽ പോയി അഭിനയിക്കണമല്ലോ, അതുകൊണ്ടാണ്. സാർ, ഇപ്പൊ ഈ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ ഗോസിപ്പ് ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? അതെനിക്കറിഞ്ഞൂടാ, ഞാൻ ചെന്നപ്പോ ഗോസിപ്പ് ഇല്ലായിരുന്നു, സിപ്പപ്പ് ഉണ്ടായിരുന്നു. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ കോ സ്റ്റാർസിന് വിവാഹം കഴിക്കുന്ന ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൂടെ അഭിനയിക്കുന്ന നടനെയോ നടിയോ കല്യാണം കഴിക്കുന്നത്. അത് ഒരു സിനിമാ നടി ഇപ്പം ഈ ദേവരുള്ള ഒരുത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. പുഷ്പയിലൊക്കെ ഉള്ള രശ്മി പിടിയാന, രശ്മിക മന്ദാന, അത് കല്യാണം കഴിച്ചു. ദേവരുള്ള ഈ എറണാകുളത്ത് ദേവരുള്ള പിന്നെ ആരെയാണ് കിട്ടിയത്? വിജയ് ദേവരുള്ളവനെ കൊണ്ട്. വിജയ് ദേവർകൊണ്ട, അതാണ് പേര്. പുള്ളിയെ കല്യാണം കഴിച്ചു. അപ്പൊ അവരുണ്ടെങ്കിൽ സാർ നല്ല കമ്പനിയാണ്. ഭയങ്കര കമ്പനിയാണ്. ആണല്ലേ? മെഗാസ്റ്റാർ എന്നുള്ളത് ഒരു പടം കൊണ്ട് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല. അതൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്ത്. അവിടെ മെഗാസ്റ്റാർ മറ്റേ ഇയാളുണ്ടല്ലോ, ചിരഞ്ജീവി തെലുങ്കിൽ. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്ക് ഇനി വേണ്ട, നിനക്കോണെങ്കിൽ എടുത്തു 200 രൂപ കൊടുത്താൽ 200 രൂപയ്ക്ക് മെഗാസ്റ്റാർ കൊടുത്താ? നമുക്ക് എന്തെങ്കിലും ആവശ്യം കാണും അവർക്കൊക്കെ. പൈസക്ക് നമ്മളെന്തല്ലോ വാച്ച് കൊടുക്കുന്നില്ല നമ്മള് 200 രൂപയ്ക്ക്. അതുപോലെ എന്തെങ്കിലും കാണും ആവശ്യങ്ങൾ. സാർ, ഒരു കാര്യം ചോദിക്കട്ടെ, സാറിന്റെ ഈ പടത്തിൽ എന്തെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി ഒരു സത്യം പറഞ്ഞ ട്രെയിലർ പോലും ഇറങ്ങിയിട്ടില്ല. ഇല്ലല്ലേ, ഇനി ഇറങ്ങട്ടെ. പുള്ളി എല്ലാം ഭയങ്കര ഹൈഡിങ് ആണ്. അങ്ങനെയാണ് പുള്ളി. ആണല്ലേ? അപ്പൊ ഈ ട്രെയിലറിൽ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് സാറിന്റെ ഏതെങ്കിലും ഒരു സീൻ ഒന്ന് അറിയാൻ പറ്റുമോ? സീൻ എന്ന് പറഞ്ഞാൽ സാറിന്റെ ഇൻട്രോ സീൻ എന്തെങ്കിലും ഒന്ന് അറിയാൻ? ഇൻട്രോ സീൻ എന്ന് പറഞ്ഞാൽ ഉഗ്ര ഇൻട്രോ സീനാണ്. ആ, തുടക്കം തന്നെ നായികയും ഞാനിവിടെ മഴയത്ത് രാത്രി ഇങ്ങനെ വരും ഒരു പാട്ട് സീനില്. അപ്പൊ വൈറലാവാൻ ചാൻസ് ഉണ്ടാ? ഇല്ല, ഒരു ദിവസം പരിചയമില്ലേ ഉള്ളൂ. പാട്ട് സീൻ വൈറലാകാൻ ചാൻസ് ഉണ്ടോന്ന്? ബേബി മേബി. സാറിപ്പം ഈ പടത്തിൽ അഭിനയിക്കുന്നതുകൊണ്ട് സാറിന് ഒരുപാട് റെമ്യൂണറേഷൻ കിട്ടിക്കാണോന്ന് അറിയാം. ഞങ്ങൾ അതൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല. സാർ, എന്നാലും സാറിന്റെ വകയായിട്ടൊരു സാറൊരു സ്വന്തമായിട്ടൊരു പടം ഉണ്ടായിരുന്നു. ഞാനത് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഞാൻ സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാനുള്ള ആലോചനയിലാണ് ഞാൻ. ആണല്ലേ? അത് ശരി. അപ്പൊ എന്താ വെച്ചാല് ഏതാണ് അതിന്റെ കഥ? എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സീനെങ്കിലും? കഥയെന്ന് വെച്ചാല് നമ്മള് സീൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു പുഴക്കരയിൽ കൊണ്ടാണ് ക്യാമറ വയ്ക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സീന് പുഴക്കരയിലല്ലേ ക്യാമറ ഇരിക്കുന്നത്. സീനോട് സീനായി കഥയൊക്കെ ഫിക്സ് ചെയ്ത് കഥയൊക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് ഇവിടുന്നൊക്കെ കുറച്ച് പേരെ ഞാൻ അഭിനയിക്കാൻ സെലക്ട് ചെയ്തു. എല്ലാവർക്കും സാറിനുണ്ട്, സാറൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. അല്ലല്ല, ഉണ്ട്, വേഷങ്ങളുണ്ട്. എലീന പടിക്കൽക്ക് വേഷമുണ്ട് സാറിന്റെ പടത്തില്. എലീന പടിക്കൽ എന്ത് വേഷമാണ്? ഒരു ഹോട്ട് സീൻ. സാറേ, എലീന ഇതുവരെ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ ഹോട്ട് സീൻ അഭിനയിച്ചിട്ടില്ല. എന്ത് പാടെന്തുവാ സാർ? ഹോട്ട് സീനെ കൊടുക്കാന്ന് പറഞ്ഞാൽ അതുപോലെ ചന്തയിൽ പോയി മലക്കറി മേടിച്ച് കൊട്ട വരുത്ത് വീർത്തൊലിച്ച് വരുന്ന സീൻ, ഹോട്ട് സീൻ, ചൂടത്ത് വരുന്നു. അതാണ് ഹോട്ട് സീൻ. നിങ്ങൾക്ക് വേറെ വേറെ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടോ? ഓഫേഴ്സ് ഞാൻ ഈ വേറൊരു കാര്യമുണ്ട്, എന്റെ സിനിമയിൽ പാട്ട് ഞാൻ തന്നെ എഴുതും. പാട്ട് ഞാൻ എഴുതും. അതിനിപ്പോ അങ്ങനെ ഒരു കാലിബർ ഉണ്ട്. എനിക്കൊരു വാക്ക് കിട്ടിയാൽ മതി, അത് വെച്ച് ഞാൻ പാട്ട് എഴുതിക്കണം. ഏത് വാക്ക് കിട്ടിയാലും പാട്ട് എഴുതും. ഏത് വാക്ക് കിട്ടിയാലും എഴുതും. നമുക്കൊന്നും അറിയണമല്ലോ. അങ്ങനെയാണ് ഈ ചുണ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് വെച്ചൊരു പാട്ടുണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാമല്ലോ. കണ്ടന്റ്.
എന്താണ് കണ്ടന്റ് പിടിച്ചോ. അമ്മയെ കണ്ടന്റെ സങ്കടമോതിട. അമ്മയെ കണ്ടന്റെ സങ്കടം കണ്ടന്റ്. സാറിന് വേറെ ഡയറക്ടേഴ്സ് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഉള്ള ഇംഗ്ലീഷ് സിനിമയെന്ന് വിളിച്ചിരിക്കല്ലേ. ഇംഗ്ലീഷ് നടത്തുന്നോ? ആരാ വിളിച്ചത്? മറ്റേ പ്രശസ്തനായ സംവിധായകൻ ഉണ്ടല്ലോ, ആരാണ്? ജെയിംസ് കമാലുദ്ദീൻ. അങ്ങനെ ഒരാളെ ഞാൻ കേട്ടിട്ടില്ല. ടൈറ്റാനിക് ഒക്കെ സംവിധാനം ചെയ്ത ജെയിംസ് കാമറൂൺ. ക്യാമറ മുഴുവൻ ഓൺ ചെയ്തോളൂ. അപ്പൊ ഇംഗ്ലീഷ് പടത്തിലേക്ക് വേഷം കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ? എനിക്ക് ഇംഗ്ലീഷ് പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആർക്കാ ഇഷ്ടമല്ലാത്തത്? ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഇംഗ്ലീഷ് പടം. ആ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഗളിവറും ലില്ലിപുട്ട്. സാറിനോ? എനിക്ക് ലിവർ ഫ്രൈയും അരിപ്പുട്ടും. ഞാൻ പടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ആഹാരം കഴിക്കുന്ന ഈ പടം അതിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചേച്ചിക്ക് എന്തെങ്കിലും ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഫാനാണ്. ആണോ? പിന്നെ ചേച്ചിക്ക് വേണ്ടി ഞാൻ മരിക്കും. തിരുനാടി ഫ്ലോറി ഉണ്ടായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? പിന്നെ? ചേച്ചിക്ക് വേണ്ടി എല്ലാവരും അങ്ങനെ ജീവൻ കൊടുക്കാൻ നിൽക്കുന്നത്. അങ്ങനെ വെറുതെ പറയുന്ന എല്ലാവർക്കും അങ്ങനെ ആരാധകരുടെ ചേച്ചി ഇഷ്ടമാണ്. എല്ലാവർക്കും എനിക്ക് ആരാധന. ഞാൻ വേണമെങ്കിൽ ഈ തീപ്പട്ടി വെച്ച് എന്റെ നാക്കിലൂടെ ഞാൻ അയ്യോ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യും. ഭയങ്കര അല്ലേക്കല്ല അങ്ങനെ അതൊന്നും എന്നെ അങ്ങനെ വെറുതെ നാക്ക് പൊള്ളും. ഒന്നുമില്ല. അല്ലല്ല, ഞാൻ ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ട്. എനിക്ക് ചേച്ചി അല്ല, നാക്ക് പൊള്ളും. എന്തിനാ വെറുതെ അമ്പിളിക്കുട്ടാ? ഞാൻ തീപ്പട്ടിയെ മുൻകടക്കണുണ്ടാ. ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട കേട്ടോ. ഡബ് ചെയ്യാതെയാണ് പടം. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇത് സ്ഥിരം ചെയ്യുന്നതാണ്, കുഴപ്പമില്ലെന്ന്. നോക്കിയോ ഇപ്പൊ അല്ല, യു യു വാവ്, ആരാധകരെ കണ്ടിട്ടില്ല. ഭയങ്കര താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ ഒരു ഫാനിനെ ഞാൻ കണ്ടില്ല. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. രണ്ടു തെറ്റി സാധേ ഒരു ബ്രേക്ക് വേണേ. ടച്ചപ്പ്. എന്തു പറ്റി? ഞാൻ നാക്ക് പൊള്ളിയല്ലേ? അയ്യോടാ. രണ്ടാമത്തെ കാര്യത്തിൽ എന്തിനാണ് പോണത്? ഓക്കെ, പുതിയ സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം. എന്നാൽ എനിക്കൊരു സംശയം. ആദ്യം ഒരു പടത്തിൽ അഭിനയിച്ചല്ലോ. അഭിനയിച്ചു. അത് നല്ലോണം ഓടിയായിരുന്നോ? ഇല്ല, അത് ഓടിയില്ല. എന്റെ കട തീർക്ക് വേണ്ടി പ്രൊഡ്യൂസർ ഇപ്പോഴും ഓടുന്നുണ്ട്. ശരി. ഇതിൽ പുതിയെന്ന് വെച്ചാൽ ഞാൻ ഇനി ചെയ്യുന്നത് ഒരു ഡബിൾ റോൾ ആണ്. ഡബിൾ റോൾ. അതാണ് ഡബിൾ റോൾ തിരഞ്ഞെടുത്തത്. അല്ല, ഒന്ന് വിളിഞ്ഞാലും ഒന്ന് പിടിക്കാമല്ലോ. ഇവിടെ പോയിട്ട് ഒരുപാട് നാളായല്ലോ. ഇപ്പൊ തിരിച്ചു വന്നപ്പോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങളുണ്ട്. അവന് മാത്രം ഒരു മാറ്റവും ഇല്ല. മാറൂല്ല, അത് അങ്ങനെ തന്നെ. ഈ നാടും കാര്യങ്ങളൊക്കെ നാടെന്ന് വെച്ചാൽ നമ്മളെ സിസ്റ്റം ഒന്നും ശരിയല്ല. ഞാൻ ഇന്നലെ വൈകുന്നേരത്തൊരു ഈവനിങ് മറ്റേ നടക്കാൻ ഇറങ്ങി. ഈ റോഡ് ഇങ്ങനെ പൊങ്ങി വന്ന് മുഖത്തോരം ഒറ്റ ഇടി. അല്ലാതെ വെള്ളം അടിച്ചോണ്ട് മൂക്കും കുത്തി വീണതല്ല. ഞാൻ വെള്ളം അടിക്കില്ല. ഡോക്ടർ പറഞ്ഞു പിന്നെ അത്യാവശ്യമാണെങ്കിൽ ഒരു 2 പെഗ് അടിച്ചോളാൻ പറഞ്ഞു. ഇത് 5 ഇത് എന്റെ വക. 2 പെഗ് 5 നേരം അങ്ങനെയാക്കി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ സമയം കുറവാണെന്ന് എനിക്കറിയാം. ഈ തിരക്കിനിടയിലൂടെ വന്നല്ലോ, സന്തോഷം. എന്തായാലും സന്തോഷമുണ്ട് നമ്മുടെ ഫ്ലോറിൽ വന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, എന്റെ സിനിമ വരുന്നത് തിരുവനന്തപുരത്ത് പ്രശസ്തമായ തിയേറ്ററാണ്. പ്രശസ്തമായ തിയേറ്റർ. ഏത് ജോണറിലാണ് പടം വരുന്നത്? ജോണർ ഏതെന്ന് അറിഞ്ഞൂടാ. തിയേറ്റർ മറ്റേ ഇത് 4K നോബി മാർക്കോസ്. 4K ഡോൾബി അറ്റ്മോസ് ആണ്. എന്തായാലും സന്തോഷമുണ്ട്. ഈ തിരക്കിനിടയിൽ നമ്മളോടൊപ്പം വന്നു, സഹകരിച്ചു. ഇനിയും ഒരുപാട് ഓഫേഴ്സ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. മെഗാസ്റ്റാർ അമ്പിളിക്കുട്ടൻ പോലെ ഒരു മിനിറ്റ് കോള്. സാർ ഒന്ന് കട്ടിയാണേ. ഹലോ. ഇവിടെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിനൊന്ന്. ഓ ഫുള്ളും. ശരി. ഓക്കെ. അറിഞ്ഞു കാണത്തില്ല, ഇവിടെ ഇന്റർവ്യൂവിൽ ഇരിക്കല്ലേ. ഞാൻ പറയാം. അതെ, സിനിമയുടെ അറിയുന്നാണ് വിളിച്ചത്. സംഭവം വേറൊന്നുമില്ല. രാജമൗലി സാറിന്റെ പുതിയ റിലീസ് ആയ പടം ഇല്ലേ, ആ പടത്തില് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇത്രയും മണ്ടത്തരം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അമ്പിളിക്കുട്ടൻ സാർ അഭിനയിച്ച മുഴുവൻ സീനുകളും സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? മെഗാസ്റ്റാർ അല്ല, സെൻസർ സ്റ്റാർ ആണ്. എന്താന്നറിയാമോ? അവന്റെ വാക്കാ. അതവന്റെ വാക്കല്ലായിരുന്നു, അവന്റെ പ്രാക്കായിരുന്നു. ഹായ് മോഡൽസ്, നിങ്ങൾ റാംബാക്ക് ചെയ്ത് ആൾക്കാരെ ചാർജ് ചെയ്യുന്ന പോലെ നിങ്ങളെ നമ്മൾ ചിരിപ്പിച്ച് ചാർജ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ചേച്ചി ബാറ്ററി ഓണല്ലേ? ഓണാണ്. ഈ വേദിയിൽ ഇനി പെർഫോം ചെയ്യാൻ വേണ്ടി വരുന്നത് രഞ്ജിത്ത്, രഞ്ജീഷ് ആൻഡ് നിമിഷ.
മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലം അമ്മച്ചിപ്ലാവ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലം അമ്മച്ചിപ്ലാവ്. ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ചത് താജ്മഹൽ. ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ചത് താജ്മഹൽ. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലം താജ്മഹൽ. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലം താജ്മഹൽ. ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ചത് അമ്മച്ചിപ്ലാവ്. അമ്മച്ചിപ്ലാവ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലം താജ്മഹൽ. ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ചത് അമ്മച്ചിപ്ലാവാ. ബ്രൂണോ. എന്റെ പൊന്ന് സന്ധ്യ കേപ്പി, അമ്മച്ചിപ്ലാവ് എന്റെ, താജ്മഹൽ നിന്റെ. പിന്നെ നീ എന്തിനെടുത്തത്? യോ, എങ്ങനെയെങ്കിലും 10ാം ക്ലാസ്സിന്റെ തത്തുല്യ പരീക്ഷ എഴുതി രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമ്മതിക്കത്തില്ലല്ലോ. ഓ, നീ രക്ഷപ്പെട്ട് എങ്ങോട്ടാ? എനിക്ക് രക്ഷപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പാസ്സായിട്ട്. എന്തൊരു കാര്യം അറിയാമോ? എവളെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. ആ, എന്റെ കല്യാണം നടക്കാത്തതേ എനിക്ക് സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടോ പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്. 10ാം ക്ലാസ് തോറ്റിരിക്കുന്നതുകൊണ്ട് ആരും വന്ന് കെട്ടുന്നില്ല. അതുകൊണ്ട് 10ാം ക്ലാസ് ജയിച്ച് കല്യാണം കഴിക്കലാണ് അവരുടെ ഉദ്ദേശം. ഓ, നീ പിന്നെ അന്യ നാട്ടിലേക്ക് പോയി ചാമ്പ്യൻഷിപ്പിന് പോകാനല്ലേ? അതെ, ഈ ബ്രൂണോ പോവും. ഈ ബ്രൂണോ എന്ന് പറയുമ്പോഴേ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു റെസ്ലിംഗ് താരമാണ്. അപ്പൊ പിന്നെ അല്ലാതെ 10ാം ക്ലാസ് ജയിച്ചിട്ട് വേണം എനിക്ക് അന്തർദേശീയ തലത്തിൽ ചെന്ന് മത്സരിച്ച് 2 ഇടിച്ചിടായി. അങ്ങനെയാണെങ്കിലേ ഞാൻ അവിടുത്തെ 10ാം ക്ലാസ് പാസ്സാവും ചെയ്യും. മിനിമം 2 കെട്ടും ചെയ്യും. ആ, അതെ, വാശിക്ക് ഞാൻ 2 പടി മുന്നിലാ. ഹിന്ദി, കണക്ക്, ജന്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനപ്പെടുത്തി ബയോളജിക്കൽ നൈമൻ. എന്താണ് മിക്സഡ് ഫ്രൂട്ട്സ്? എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് പഠിക്കാം. എല്ലാ വിഷയവും നമ്മൾ തന്നെ പഠിച്ചെഴുതണ്ട്. അപ്പൊ പിന്നെ നമ്മൾ തന്നെ എല്ലാം പഠിക്കണ്ട്. ആ, സാറല്ലേ പറഞ്ഞ A+ മേടിക്കണം അല്ലത്തൊന്ന്. ഓക്കെ, കിട്ടിയില്ല. നീ എന്തെങ്കിലും എടുത്തായിരുന്നു? അങ്ങനൊന്നും എടുത്തില്ല. കിട്ടിയില്ല. അല്ല, സാർ എന്തെങ്കിലും എടുത്തെങ്കിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വന്ന് എടുത്തു തരാം. എടാ, അതല്ല. പിന്നെ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോ കൈ ഇങ്ങനെ വണങ്ങി നമസ്കരിക്കാൻ അറിയാമോ? അത് സാധാരണ വിദ്യാർത്ഥികൾ. ഞാൻ ഈ റെസ്ലിംഗിനൊക്കെ പോകുന്നതുകൊണ്ട് എന്റെ രീതി അതല്ല സാർ. എന്നാ പിന്നെ നിന്റെ രീതിയിലൊന്ന് നമസ്കരിക്കേ. എന്റെ രീതിയിലല്ലേ? ഓക്കെ സാർ. അത് പറയണ്ട. ഗുഡ് മോർണിംഗ് സാർ. നമസ്കാരം. അല്ല, സാറിങ്ങനെ കുനിയണ്ട. കുനിയതല്ല, പിന്നെ നിന്റെ ഇടിയിൽ എന്റെ നടു വളഞ്ഞു പോയത്. അഖില, നീ എന്നെ ആലോചിച്ച് നോക്ക്. ഞാൻ ഇങ്ങനെ വെച്ചോണ്ട് ഈ പിള്ളേരെ പഠിപ്പിച്ച് എങ്ങനെ 10ാം ക്ലാസ് പാസ്സാക്കി? നിങ്ങൾ എന്നെ പറ. ഞാൻ ശരിയാക്കി തരാം സാർ. വേണ്ട, എന്റെ തത്തുല്യ പരീക്ഷ കേന്ദ്രം ഇടിച്ച് തകർക്കരുത്. ഞാൻ തന്നെ റെഡി ആയിക്കോളാം. സാറേ, ഈ വർഷമെങ്കിലും 10ാം ക്ലാസ്സിലെ തത്തമ്മ പരീക്ഷ പാസ്സാവണം. തത്തമ്മ പരീക്ഷ അല്ല, ഉപ്പങ്ങാക്ക പരീക്ഷ. എന്റെ സന്ധ്യാറാണി 10ാം ക്ലാസ്സിന്റെ തത്തും കല്യാണം. ആ കല്യാണം നടക്കണേൽ സാറേ 10ാം ക്ലാസ് പാസ്സാവണം. പാസ്സാക്കി തരാം. പിന്നെ ഒരു കാര്യം, ഫീസ് തരാത്തവർക്ക് എന്റെ ഈ മീശയുടെ 2 അറ്റം കണ്ടല്ലോ, ഫീസ് തരാത്തവർക്ക് നന്മ, അല്ലാത്തവർക്ക് ശാപം. തിരിച്ചു സാറേ. ഫീസ് തരുന്നവർക്ക് നന്മ, തരാത്തവർക്ക് ശാപം. മനസ്സിലായല്ലോ? കാര്യം മനസ്സിലായല്ലോ? എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. നമുക്ക് ചില പാഠഭാഗങ്ങൾ പഠിക്കാം. പരീക്ഷ വരെയല്ലേ? മൊത്തത്തിൽ മിക്സ് ചെയ്താണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഇതാ നോക്കാം. ഇതൊരു ബിന്ദു. ഈ ബിന്ദുവിലോട്ട് ഷിബുവിനെത്താൻ 50 കിലോമീറ്റർ, ബിജുവിന് എത്താൻ 30 കിലോമീറ്റർ, വാസുവിന് എത്താൻ 25 കിലോമീറ്റർ. ബിന്ദുവിന്റെ അടുത്ത് ഇത്രയും പേർക്ക് എത്താൻ ഇത്രയും കിലോമീറ്ററുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ബിന്ദു അത്ര നല്ലതൊന്നും അല്ല. അതാണ് പറഞ്ഞത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഈസി അല്ലേ? എങ്ങനെ? ഈ ബിന്ദുവിന് സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത് കൊടുക്കണം. കൂട്ടുകാരന്മാരൊക്കെ വന്ന് പോകാൻ. നിനക്ക് എന്താണ് പ്രശ്നം? എനിക്ക് ബിന്ദുവിന്റെ നമ്പർ വേണം. ഇവിടെ ഒഴിഞ്ഞ കിടക്കയില്ലേ? ഇവിടുന്ന് രഞ്ജിത്തും കൂടെ വന്നു കഴിഞ്ഞാൽ പുളിക്കോ? ഇത് വേണ്ട, ഈ വിഷയം വേണ്ട. ഇതാണ് പഠിപ്പിക്കാൻ തുടങ്ങിയുള്ള കുഴപ്പം. എല്ലാരും ശ്രദ്ധിക്കേ. എല്ലാരും ശ്രദ്ധിച്ചോ? ഇത് കണ്ടോ സാറത്? ടെസ്റ്റ് ട്യൂബ്. ഈ ടെസ്റ്റ് ട്യൂബില് ഇത് കണ്ടോ? ടെസ്റ്റ് ട്യൂബിന്റെ താഴെ ഞാൻ കുറച്ച് വാട്ടർ ഒഴിച്ചു, വെള്ളം ഒഴിച്ചു. കണ്ടോ? ഇത് വെച്ചിട്ടോ എവിടെ പോണ്? സാറല്ലി പറഞ്ഞ് ഇത് വച്ചിട്ട് പോവാം. ഇത് വച്ചിട്ട് പോകാനല്ല.
വാട്ടറിന്റെ രാസനാമമാണ് H2O. H2O. മനസ്സിലായോ? ആ, ഓ. ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് മെർക്കുറി ഒഴിക്കുന്നു. മെർക്കുറിയോ? മെർക്കൂർ അറിഞ്ഞൂടെ? രസം. ആ, രസം. രസം ഒഴിക്കുന്നു. HG. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ടെസ്റ്റ് ട്യൂബിനെ കയ്യിൽ വെച്ച് ഇങ്ങനെ കുലുക്കുന്നു. അപ്പോൾ ഇയാള് പറയൂ, എവിടെ കിടക്കുന്നതാണ് രസം? എനിക്ക് 2 എണ്ണം അടിച്ചിട്ട് പറമ്പിൽ കിടക്കണേന് രസം. കുട്ടി അവന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി ശ്രദ്ധിക്കണം. മുകളിൽ കിടക്കുന്നതാണ് രസം. ആണോ? വേണ്ട. വേണ്ട. എടാ, നീ ഇങ്ങനെ എണീറ്റ് വാ. ഇതൊരു കാര്യം ചോദിക്കട്ടെ. ജാലിയൻ വാലാബാഗിനെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായമാണ്. ആ. ഞാൻ പറയട്ടെ സാറേ, പറ. ഒരു അമൃത എന്ന് പറഞ്ഞ ചാനലുണ്ടല്ലോ സാർ. അമൃത ചാനലിലെ കോമഡി മാസ്റ്റേഴ്സിൽ സ്ക്രിപ്റ്റ് എഴുതുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനാണ് ലാൽ ബാബു. ലാൽ ബാബു അല്ല, ജാലിയൻ വാലാബാഗ്. ബാബു അല്ല, ജാലിയൻ വാലാബാഗ്. ഓ, ലാലബാഗ്. അതൊക്കെ അറിഞ്ഞു. പോയി നിൽക്ക് അവിടെ. അല്ല, നീങ്ങി വാ. എന്ത് പറഞ്ഞാലും അവൻ തർക്കുത്തരം. ഇങ്ങ് വാ. നിനക്ക് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ കുറെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ട് വിട്ട്. ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം പറടാ. ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം പറ. ചുണ്ടെടുത്ത് ഡൈമടിപ്പിച്ച് കാണിക്കാനല്ല പറഞ്ഞ. ചുണ്ടെടുത്ത് അകത്തറ. സാമാന്യ രൂപം പറ. അറിഞ്ഞൂടല്ലേ, അന്ന് ഞാൻ ഷൈൻ ചെയ്യും. ആയിരിക്കൂലേ? വേണ്ട. സമവാക്യത്തിന്റെ സാമാന്യ രൂപം പറയടാ. ഇതെന്തടാ ഇതിന്റെ പേര്? ചന്തി. സർവേക്കല്ലല്ലോ. ആട്ടെങ്കിലും ചെയ്തുകൂടി നിനക്ക്? മനുഷ്യൻ ഇവിടെ കിടന്ന് പണിയെടുക്കണ കണ്ട. ഞങ്ങള് റെസ്ലിംഗ് താരങ്ങൾ അങ്ങനെയാണ് സാർ. ഞങ്ങൾ അങ്ങനെ ഭയങ്കര തൊലി കെട്ടിയാണ്. ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും ആടി കൊടുക്കില്ല. അപ്പുറത്തെ ക്ലാസ്സിൽ പോയി പഠിച്ചോട്ടാ സാറേ. എപ്പുറത്തെ ക്ലാസ്സിൽ? അപ്പുറത്തെ ക്ലാസ്സിൽ. അതെന്തിന്? അവിടെ നല്ല പിള്ളേരുണ്ട്. അവിടെ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നത്. നീ ഇവിടെ അത് പഠിച്ചാൽ അറിയായിരുന്നു. എന്താ സാറേ? പൂന്താനത്തിന് അറിയാമോ? അറിഞ്ഞൂടാ സാറേ. ഇയാളാണോ പൂന്താനം? ഇയാളെ പൂന്താനം. ഞാൻ പറഞ്ഞു കൊടുക്കാം. നമ്മൾ സാധാരണ ഒരു സദ്യ കഴിക്കാൻ പോകുമ്പോൾ ആദ്യം അടപ്പായസം വരും, പിന്നെ കടലപ്പായസം വരും, പിന്നെ പാൽപ്പായസം വരും. പാൽപ്പായസത്തിന് കൊടുത്തപ്പോൾ മഞ്ഞ ഉണ്ടായിട്ട് കുറെ സാധനം ഇങ്ങനെ പുരുപുര ഇടും. ഇങ്ങനെ കരക്കി കരി. അതിനെയാണ് പൂന്താനം എന്ന് പറയുന്നത്. അത് പൂത്തി. ഇത്രയും കാലം ഞാൻ പൂന്താനം എന്ന് പറഞ്ഞാണ് തിന്നോണ്ടിരുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ചില കാര്യമുണ്ട്. മലയാള അക്ഷരങ്ങൾ വെച്ച് അമ്മാനമാടി എഴുതിക്കൊണ്ടിരുന്ന പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ് പൂന്താനം. സാറേ, മലയാള അക്ഷരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഈ ഇച്ചിരി റെസ്ലിംഗിനൊക്കെ പോണയാണല്ലോ. അപ്പൊ ഈ മലയാള അക്ഷരത്തില് ഏറ്റവും ആരോഗ്യമുള്ള അക്ഷരം ഏതാണ് സാറേ? ഇറ്. കണ്ടിട്ടില്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇറ്? അതെന്താ സാർ അങ്ങനെ? പറഞ്ഞുതരാം. ഇങ്ങനെയല്ലേ ഇറിയിരിക്കുന്നത്? 2 മസിൽ 1 വിങ്സും. ആരോഗ്യമുള്ള അക്ഷരം ഇറ്. സാറേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അക്ഷരം ഏതാണ്? വാ. നല്ലതാണ്. അതെന്താണ് വാ ഇഷ്ടം? വരനിൽ വായുണ്ട്, വധുവിൽ വായുണ്ട്, വിവാഹത്തിൽ 2 വായുണ്ട്. നിങ്ങൾക്ക് മലയാളത്തെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പറയണം സാർ. പ്രണയത്തെ കുറിച്ച് പ്രശസ്ത കവിയത്രി ശ്വേതാമേനോൻ എന്താണ് പാടിയിട്ടുള്ളത്? പ്രേമിക്കുമ്പോ നീയും ഞാനും നീരിൽ വീണ പൂക്കൾ. കേട്ടിട്ടുണ്ടോ? മനസ്സിലായില്ല. അർത്ഥം മനസ്സിലായില്ലേ? പ്രേമമെന്ന് പറയുന്നത് ഭയങ്കരപ്പെട്ട വലിയൊരു സംഭവമാണ്. അതങ്ങനെ അല്ലല്ലേ പറയുന്നത്? അല്ല, അത് എന്റെ മനസ്സിൽ വേറൊരു വാക്കുണ്ടായിരുന്നു, അത് മറന്നു. സംഭവം മനസ്സിലായി. പ്രേമം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സംഭവം. നമുക്ക് എല്ലാവർക്കും പ്രേമം വരും. എനിക്ക് പ്രേമം വരും, നിങ്ങൾക്ക് പ്രേമം വരും, ഈ ഇരിക്കുന്നവർക്ക് പ്രേമം വരും. വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പ്രേമം വരും. അപ്പൊ നമ്മുടെ ഈ പ്രേമം നമ്മുടെ ഭാര്യ കണ്ടുപിടിക്കും. അപ്പോൾ ഭാര്യ വന്ന് കൈ ഇങ്ങനെ ചുരുട്ടിട്ട് മൂക്കിൽ തിരിക്കും. അതാണ് നീര് വന്ന പൂക്കൾ. മനസ്സിലായില്ലേ? നമ്മുടെ മൂക്കിലോട്ട് ഇടിക്കുമ്പോഴേ മൂക്ക് നീര് വന്ന് പൂ പോലെ. അതാണ് നീര് വന്ന പൂക്കൾ. സാറ് മൂക്ക് പൂത്തുണ്ടായിരുന്നോ? പിന്നെ ഒരു കാലത്ത് എന്റെ മുഖത്ത് വസന്തകാലമായിരുന്നു. ഇങ്ങനെ പറക്കുമായിരുന്നു. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു പ്രാക്ടിക്കൽ നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ
എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രേമത്തിന്റെ ഒരു സങ്കല്പം ഒന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങളൊന്ന് പ്രേമിച്ച് കാണിച്ചു ഞാൻ നോക്കട്ടെ. പ്രേമിച്ച് ഈ ബ്രൂണോയുടെ പ്രേമം ഭയങ്കര ഫേമസ് ആണ്. ഇല്ല, പറ്റത്തില്ല. പ്രേമം നിങ്ങൾ കാണിക്കണം. അല്ല അത് വേറെ കാര്യമുണ്ട് സാറേ. നമുക്ക് പ്രേമിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം. ആണോ? എന്തായിരിക്കും? അതെ. എന്ത് ഒരു കാര്യം, പ്രേമിക്ക് ആ ചുരുണ്ട മുടിയെ കിട്ടും. ഏത്? ചോദിച്ചോക്ക്, വിളിച്ചോക്ക്, വരുമെങ്കിൽ വിളിച്ചോണ്ട് പോ. ഞാൻ പോരെ ബ്രൂണോ. എന്നും ഇത് എന്നെ കഷ്ടം. സന്ധ്യ റാണിയും ബ്രൂണോയെ പ്രേമിക്കുന്നു. അതെങ്കിൽ അത് ഓക്കെ, കാണിക്കും. തുടങ്ങാം. ഒരു പാട്ട് ഒരു പാട്ട് തരാം. ഫോണ് തരാം. ഒരു പാട്ട് തരാം. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ല. എനിക്ക് പോകാം. ആരെങ്കിലും പറഞ്ഞു. മിസ്റ്റർ ബെഞ്ചമിൻ ബ്രൂണോ. അയ്യോ, ബെഞ്ചമിൻ ബ്രൂണോ അല്ല സാർ, വെറും ബ്രൂണോ. നീ എന്നെ ബെഞ്ചിനല്ലേ അടിച്ചത്? ഓ. അപ്പൊ നീ ബെഞ്ചമിൻ ബ്രൂണോ. ഓക്കെ സാർ. ഈ നെഞ്ചിന്ന് ബെഞ്ചൊന്ന് മാറ്റുവോ? ഓക്കെ സാർ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ പ്രേമിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ മൂക്കിൽ പൂ വരുന്നത്. പ്രേമിക്കുന്നതിന്റെ അടുത്ത് പോയി നിന്നാലും നമ്മളെ മൂക്കിൽ പൂ വരും. നോക്കി നിൽക്കണം കേട്ടോ. ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് വയ്യ. സാറേ പോവല്ലേ സാറേ. ഞാൻ ഒന്ന് ഇരിക്കല്ലേ. സാറേ എനിക്ക് ഈ വർഷമെങ്കിലും എന്റെ തത്തമ്മ പരീക്ഷ പാസ്സാവണം. എടി, നിങ്ങളുടെ പറഞ്ഞ പ്രഥമ പരീക്ഷ അല്ലെന്ന്. നിനക്കിപ്പോ എന്താണ് പ്രശ്നം? എനിക്ക് ഈ വർഷമെങ്കിലും കല്യാണം കഴിക്കണം. അത്രയല്ലേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, യമനെ കെട്ടി. അപ്പൊ നിന്റെ പ്രശ്നത്തിന് പരിഹാരമാവും. ഞാൻ ഒന്നിരിക്കട്ടെ. ഇരിക്കല്ലേ, ഞാൻ പറഞ്ഞോട്ട് സാറേ. എനിക്ക് റെസ്ലിംഗ് പര്യടനത്തൊക്കെ ഇടിക്കാനുള്ളതാണ്. എനിക്ക് ഭാര്യ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. എടാ, അത് നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീയുടെ പിൻബലമുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ എവിടെ പോയാലും നിനക്ക് വിജയമായിരിക്കും. ഇനി ഞാൻ ഇരിക്കട്ടെ. അല്ലല്ല, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാറേ. അപ്പൊ കെട്ടല്ലേ? പിന്നെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാവില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ കല്യാണം വിളിക്കാൻ വരും. ഓക്കെ ഓക്കെ. അപ്പൊ പഠിത്തമൊക്കെ തീർന്ന്. അപ്പൊ ഞാൻ ഇനി ഇരിക്കാം. ഇനി ഇരുന്നോ സാറേ. ഓക്കെ, താങ്ക് യു. സാറേ, കല്യാണത്തിന് വരുവോ? കല്യാണത്തിന് നടന്നു വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ എഴഞ്ഞെങ്കിലും വരുമോ? പോരെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. ചിരിച്ച് 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 ഒരു വഴിയായി. യശ്വ ചേച്ചി ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ചുരുണ്ട മുടി നോക്കണോ, മാമനെ നോക്കണോ, പ്രേമിക്കുമ്പോൾ ആലോചിക്കണോ, സ്നേഹിക്കണോ, ഈ ടീച്ചറിനെ നോക്കണോ, ആ കല്യാണം മൂത്ത ഒരു പെണ്ണിനെ നോക്കണോ? എനിക്ക് ഒന്നും മനസ്സിലാവില്ല. സൂപ്പർ. സൂപ്പർ, ഒന്നും പറയാനില്ല. ലവ് യു. മാമന്റെ ഒരു ലുക്ക്. മാമൻ വരെ ഫ്രീക്ക് ആയിക്കൊണ്ടിരിക്കും. മാമൻ ഇപ്പൊ പെണ്ണുങ്ങളെങ്ങനെ പിടിച്ചൊരു വലിയെല്ലാം തുടങ്ങി. പ്രായം കൊണ്ടല്ല കേട്ടോ, വേറൊരു ബന്ധമുണ്ട്. അതിന്റെ പുതിയ കുട്ടികളാണ്. എന്തായാലും ഗുഡ് ഗുഡ്. കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്. പക്ഷെ രഞ്ജീഷ് അണ്ണന്റെ മുഖത്തിട്ടേക്കണ മെഹന്തി, സത്യം മുഖത്ത് മെഹന്തി ഇട്ട ആളുടെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഇപ്പഴാ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഈ നായും ഷായും നായും ഷായും മനസ്സിലാക്കാൻ പറ്റും. അധ്യാപകനല്ലേ, അപ്പൊ 2 അക്ഷരം എഴുതി വെച്ചതാണ്. അതിലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. മാമനെ റൊമാൻസ് അങ്ങ് വാരി അങ്ങ് വിതറാണ്. അവിടെ ഉണ്ട്. അതിനുശേഷം ചുരുമുടി അവിടെ റെസ്പോൺസ് കുറഞ്ഞപ്പോ അങ്ങ് മെല്ലെ തിരിഞ്ഞു നടന്ന് കൈന്നിട്ടല്ലേ? അത് കൈന്നിട്ടതല്ലേ? ഇവിടെ വന്നപ്പോലെ നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടോ? അവ എപ്പോഴേ ചുരുണ്ടമുടി നോക്കിക്കൊണ്ടിരിക്കുന്നു പറയും. അത് കയറി നീയും കയറി പിടിച്ച മാമനും മക്കളും അല്ലേ, അതൊക്കെ അങ്ങ് പോകും. ജയലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത്? ജയലക്ഷ്മി പെർഫോമൻസിനെ പറ്റിയും ഈ പൂവാലിനെ പറ്റിയും. പൂവാലിനെ പറ്റി ഒന്നും പറയാനില്ല. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നമ്മള് ചിരിച്ച്, ഞാൻ കരഞ്ഞു ചിരിച്ചിരിച്ചു. അടിപൊളിയായിരുന്നു. അവിടെ ബാക്കി ഇരിക്കുന്ന പുള്ളിക്കാരന്റെ പേരെന്നാ ഷെയ്ഡ്സ് വെച്ചേക്കുന്നേ? വിനായക് ശങ്കർ. വിനായക് ആണെങ്കിൽ ഷെയ്ഡ്സ് വെക്കും, കണ്ണീരൊപ്പും വീണ്ടും വെക്കും. അതിലും വേണ്ടി ഞാൻ ചിരിക്കേ വേണം. പക്ഷെ എല്ലാവരും ത്രൂ ഔട്ട് നിങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. 3 പേരും കട്ടയ്ക്ക് കടയ്ക്ക് നിൽക്കുന്ന രീതിയിലായിരുന്നു. നല്ലൊരു കഴിഞ്ഞു. ഒരു ബിന്ദുവിൽ തുടങ്ങിയ ചിരിയാണ്. അപ്പൊ ഇനി നമ്മൾ എന്താണ് അടുത്ത ചടങ്ങ് ചേച്ചി? നമുക്ക് ബാറ്ററി നോക്കിയാലോ? നേരെ ബാറ്ററി നോക്കാം. യാ, come on. രഞ്ജിത്തെ,
രജിസ്റ്റർ പോയി കെട്ടിപ്പിടിച്ചിട്ടേ ഡിവിഷൻ എടുത്ത് പോയിട്ട് നോക്കണം. അല്ല അവിടെ എത്തിയപ്പോ മാവി ഓർമ്മ വന്നു. 50,000 ചേച്ചി ഇത് നമ്മൾ ഇട്ട് കൊടുക്കണ്ട ചേച്ചി. പലപ്പോഴായിട്ട് ഇവർ നമ്മളെ പറ്റിക്കുന്നു. ഒരു മുട്ടായി വരെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇതുവരെ ആയിട്ടോ? ഇത് ഒരു ചേഞ്ചിന് ഞാൻ വെച്ചാലോ? ആ അത് മതി ചേച്ചി. വേണോ? ഹാട്രിക് 50 ആണ്. ആ 350 അടുപ്പിച്ചു. ആ ശരിയാണല്ലേ. ഇതാ ഹായ് മോഡൽസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളി, എങ്ങനെയുണ്ട് ഈ മോഡൽ? സൂപ്പർ. ആ, ഒന്നും പറയാനില്ല. ഈ മോഡൽ രണ്ടുപേരും ഒന്നും പറയാനില്ല. അടിപൊളി. അതെ, ഒന്നും പറയാനില്ല എന്നാണ് അവർ മോഡൽ പറഞ്ഞത്. പഴയ മോഡൽ. ഓക്കെ, അതൊരു 75 മോഡൽ. അത് വിട്, അത് വിട്ടുള്ള. ആലീസ് സാധാരണ ഷൂട്ടിനൊക്കെ വരുമ്പോ എവിടെ നിന്നാണ് റിഹേഴ്സൽ ഒക്കെ ചെയ്യുന്നത്? അത് നമ്മള് ഈ ലൊക്കേഷനില് റൂമിലും വീട്ടിലും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ. ചേച്ചി, എന്നാൽ പോസ്റ്റിന്റെ വെട്ടത്തിലിരുന്ന് സ്ക്രിപ്റ്റ് എഴുതി അത് റിഹേഴ്സൽ ചെയ്ത് കോമഡി ഒക്കെ കൊണ്ടൊരു ടീം വന്നിട്ടുണ്ട് ചേച്ചി. കേട്ടാൽ വിങ്ങിപ്പൊട്ടുന്ന കഥകളുമായി ഒരു ടീം വരികയാണ് ചേച്ചി. ബാറ്ററി ഓടല്ലേ ചേച്ചി? ഓണാണ്. കരയിപ്പിക്കല്ലേ, ഒന്ന് പറയാമോ? ഈ വേദിയിലേക്ക് വിളിക്കാം. പറഞ്ഞു ചേട്ടാ, ആരെ വിഷ്ണു, സച്ചിൻ and അർച്ചന. ഓയ്യാ ചന്തുമേനോൻ. ഞാൻ എന്തോന്നറിയ വായിക്കണത്? ഓ ചന്തുമേനോൻ. ഓ ചന്തുമേൻ എഴുതിയ നോവൽ ഏത്? ഇന്ദുലേഖ. ഓ ചന്തുമേൻ എഴുതിയ നോവൽ ഏത്? ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ ഭർത്താവാരി. കണ്ട പെണ്ണുങ്ങളെ ഭർത്താവിനെ പറ്റി ഞാൻ ഇവിടെ പഠിക്കുന്നത്. അവിടെ ഇരിക്കട്ടെ. പിന്നെ അല്ല. മക്കളെ സച്ചി. അയ്യോ അമ്മച്ചി. മക്കളെ, അയ്യോ എന്റെ മക്കൾ ആകെ ക്ഷീണിച്ചു പോയല്ലോ. ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയപ്പോ തൊട്ടാ. മക്കളൊരു കാര്യം ചെയ്യ്, ഈ ആട്ടുംപാല് കുടിച്ചേ. അയ്യേ, ഇത് ആട്ടും പാലായിട്ട് തോന്നണില്ലല്ലോ. മക്കളൊരു കാര്യം ചെയ്ത് ആട്ടിയിട്ടൊന്ന് കുടിച്ചേ. മക്കളെ ഇവിടെ കിടന്നുകൊണ്ട് ആട്ടാനല്ല പറഞ്ഞത്, മക്കളെ ഗ്ലാസ് ഒന്ന് ആട്ടി കുടിച്ചേ. ഇപ്പൊ ആട്ടുംപാലായില്ലേ? ആട്ടും പാലായി. ഇനി എന്റെ മക്കൾ ആ പോസ്റ്റിന്റെ മുട്ടി പോയത് പഠിച്ചോ? അമ്മ, എനിക്ക് ഈ പോസ്റ്റിന്റെ മൂട്ടിരുന്ന് പഠിക്കണ്ട. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ഇതുപോലുള്ള പോസ്റ്റിന്റെ മൂട്ടിലിരുന്ന് പഠിച്ചവരൊക്കെ പേരെടുത്തവരാ. ഞാനറിയാതൊരു വയറ്റാട്ടി അമ്മ ഇവിടെ. വയറ്റാട്ടിയാ? അല്ല, അമ്മ പറഞ്ഞു ഇവിടെ ആരെയാ പേരെടുത്തെന്ന്. മക്കളെ പേരെടുത്ത് നല്ലടാ കുഞ്ഞെ, പേരെടുത്തവരാ. അങ്ങനെ അമ്മ. പിന്നെ അച്ഛൻ വരുമ്പോഴേ എനിക്കൊരു എറൈസർ മേടിച്ചോണ്ട് വരാൻ പറയണേ. മക്കൾക്ക് ഇപ്പൊ എന്തിനാ മക്കളെ എറൈസർ? പഠിച്ചിട്ട് മണ്ടേ കയറാത്തതേ പുസ്തകത്തിൽ അങ്ങ് മാറ്റണേ. എന്റെ പൊന്നു കുഞ്ഞെ, മക്കൾ ഒന്നാ പോസ്റ്റിന്റെ മൂട്ടി പോയിരുന്നു പടി. എനിക്ക് ഈ പോസ്റ്റിന്റെ മൂട്ടിരുന്ന് പഠിച്ച് ശാസ്ത്രജ്ഞനാവണ്ട. എനിക്ക് തന്റെ വീട്ടിൽ ഇരുന്ന് പഠിച്ച് ശാസ്ത്രജ്ഞനായാ മതി. നീ വീട്ടിലോട്ടെങ്ങാനും കാല് കുത്തിയാ നിന്റെ 2 കാലും ഞാൻ വെട്ടും. എങ്കിൽ ഞാൻ കൈ കുത്തി കയറും. നിന്റെ കൈയും ഞാൻ വെട്ടും. എങ്കിൽ ഞാൻ നഖം കുത്തി കയറും. എന്ത് വെട്ടണില്ലേ? എന്ത് അമ്മ എലി പറഞ്ഞ കൈയും കാലൊക്കെ വെട്ടോന്ന്. എന്റെ നഖം വളർന്നെടുക്കണമെന്ന് വെട്ടിത്താമ്മ. എന്റെ പൊന്നു മോനല്ലേ, എന്റെ സച്ചിക്കുട്ടനല്ലേ, ഒന്ന് അവിടെ പോയിരുന്നു പടിയടാ. എടാ സച്ചിയേ, ആരാ അത്? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനല്ലടാ, നിന്റെ അച്ഛൻ. അയ്യോ എന്റെ അച്ഛനായിരുന്നാ? ഞാൻ കണ്ടുപിടിച്ചു. അമ്മ, അച്ഛൻ എന്തിനാ കണ്ടുപിടിച്ചെന്ന്? നിങ്ങൾ എന്തിനു പഠിച്ചാ കണ്ടുപിടിച്ചത്? ഇവനെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്റെ അച്ഛാ, ഒന്നില്ലെങ്കിൽ ഞാൻ നാളത്തെ ശാസ്ത്രജ്ഞനല്ലേ. അപ്പൊ നാളെ വരെ ഞാൻ കാത്തിരിക്കണോടാ. നിനക്ക് ശാസ്ത്രജ്ഞനാവണമെന്ന് പറഞ്ഞ്. എന്റെ പൊന്നേ മക്കളെ, ഈ മുട്ടയും പാലൊക്കെ കഴിച്ചായിരുന്നാടാ? പാലമ്മ ആട്ടിക്കൊണ്ട് തന്ന്, പക്ഷെ മുട്ട കിട്ടിയില്ല. അയ്യോ അതെന്ത്? മുട്ടയിടാനുള്ള കോഴിയെ കോഴി കൂട്ടി കയറിയിരിക്കണേ ഉള്ളു. എടാ, കോഴി വരാൻ മുട്ടയിടാൻ പ്രയത്നിക്കുന്നുണ്ട്. നിന്നെ കൊണ്ട് എന്തൊരു ഉപയോഗം ഉണ്ടടാ? മനുഷ്യ ഇവിടെ ജോലി ചെയ്ത് നടുവൊടിഞ്ഞു ഇവിടെ. മനുഷ്യ, അപ്പൊ നിങ്ങൾക്ക് ഈ വീട്ടിലൊരു ശാസ്ത്രജ്ഞൻ വളർന്നു വരുന്നത് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? ആര് ഇവനാ ശാസ്ത്രജ്ഞൻ? ഇവന്റെ പരീക്ഷ പേപ്പർ ഞാൻ ഇന്നലെ വായിച്ചു. എന്ത് കുഴപ്പം? വരിക്കാശ്ശേരി മനാന്ന് എഴുതാൻ പറഞ്ഞപ്പോഴേ വരിക്കച്ചക്കര ചൊളാന്ന് എഴുതി വെച്ച മോനാണ് പോയി. വിട്ടാണ്. അമ്മ ഒറ്റ ഒരാൾ കാരണമാണ് അച്ഛന്റെ വായിരിക്കണ മൊത്തം ഞാൻ കേട്ടത്. അമ്മേരെ ഒരു ശാസ്ത്രജ്ഞൻ. നീ തന്നെ എന്നോടൊന്ന് പറയണം കേട്ടോ. 10 മാസം നൊന്ന് പ്രസവിച്ച ഞാൻ ഇത് തന്നെ കേക്കണം. അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. മണൽ മാഫിയ, മണൽ മാഫിയ. ഓ സോഫിയ, തീർന്നില്ല. മണൽ മാഫിയ. എടി മണൽ മാഫിയ അല്ലടി, മാഫിയ ശശി. അച്ഛാ, അച്ഛ ഒറ്റ ഒരാൾ കാരണമാണ് ഞാൻ എന്റെ അമ്മേനെ വഴക്ക് പറഞ്ഞത്. അമ്മ പറഞ്ഞതുപോലെ ഞാൻ പഠിച്ച ഒരു ശാസ്ത്രജ്ഞനാവും കേട്ടാ. അച്ഛാ, അച്ഛ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ പോസ്റ്റിന്റെ മൂട്ടിയിരുന്ന് തന്നെ ഞാൻ പഠിക്കുകയും ചെയ്യും. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഞാൻ വരികയും ചെയ്യും. എന്നിട്ട് വേണം
എന്റെ ആരാധനാ പാത്രത്തെ പോലെ എനിക്ക് നാവാൻ. അതാരടാ നിന്റെ ആരാധനാപാത്രം? സയന്റിസ്റ്റ് വത്സൻ മറ്റേ ബൾബൊക്കെ കണ്ടുപിടിച്ചില്ലേ? എടാ അത് എഡിസൺ. ആരെങ്കിലും ഒക്കെ പോലെ എനിക്കൊന്ന് ആവണം വെച്ചാ. അപ്പൊ അമ്മയും മോനും കൂടെ എന്നെ നാറ്റിച്ചാടാൻ കൊള്ളല്ലേ? ഇങ്ങോട്ട് മാറുന്ന മക്കളെ ഒന്ന്. ഞങ്ങൾ എന്തോന്നായിട്ട് സമ്മതിച്ച നിങ്ങൾ പറയണത്? എടീ, അപ്പുറത്തെ സുരേഷ് എന്തിനാണ് വന്ന് പറഞ്ഞെന്നറിയാമോ? ഇവനെ കാരണം അവന്റെ മക്കളെ താളം തെറ്റി കിടക്കണെന്ന്. അതിന് അവന്റെ മക്കളുടെ താളം തെറ്റാൻ വേണ്ടി എന്റെ കൊച്ചു ഇവിടെ കിടന്ന് ശിങ്കാരിമേളൊന്നും അല്ലല്ലോ കളിക്കുന്നത്. അത് മാത്രോ? എടാ നീ രാത്രി നീ എന്തിനാണ് ചെയ്യണത്? രാത്രി കുറെ പുസ്തകങ്ങൾ എടുത്തോണ്ട് പോയി ആ റോഡിൽ കൊണ്ടുപോയി അടക്കും. അതേ പുസ്തകം തന്നെ നീ രാത്രി വീട്ടിനകത്ത് കൊണ്ടുകൊടുക്കും. നീ എന്തോന്നാണ് നീ കാണിക്കുന്നത്? അതെനിക്ക് വയ്യാത്തോണ്ടല്ലേ ചേച്ചാ. നിനക്ക് എന്തൊരു കുഴപ്പം? PCOD. ആരോടി മക്കളെ? ഓടി എന്നല്ലമ്മ, മറ്റേ വൃത്തിയൊക്കെ ആക്കി വെക്കണ അസുഖം ഉണ്ടല്ലോ. മക്കളെ അച്ഛനൊരു കാര്യം അറിയാമോ? ഞാൻ ഈ പോസ്റ്റിന്റെ മൂട്ടിയിരുന്നാണ് കവിതയൊക്കെ വായിക്കണത്. കവിതയൊക്കെ അറിയാമോ നിനക്ക്? ആഹാ, എനിക്കറിയണേക്കാട്ടി നല്ലോണം അച്ഛൻ അറിയാല്. എടുത്ത് പറയട്ടെ അച്ഛാ. എന്തോ കേട്ടില്ലേ? ഒരു കവിത എഴുതണ കാര്യം പറഞ്ഞാണ് നീ ആ കവിത കയറി അങ്ങ് പിടിക്കല്ലേ. ഓ, അല്ല നീ ഏത് കവിത എഴുതിയത്? അച്ഛാ മറ്റേ ചിങ്ങമ്പുഴയില്ലേ? ചിങ്ങാമ്പുഴേ? അല്ല, കുന്നിപ്പുഴ ആയിരിക്കും. ഉന്നിപ്പുഴേ? സച്ചിക്കുട്ടാ, അത് ചങ്ങമ്പുഴ. ആ, ചങ്ങമ്പുഴയുടെ പാളയം തോട. മക്കളെ അത് വാഴക്കൊല. എന്തരായാലെന്തമ്മ, അതിനകത്ത് പഴം ഇല്ലേ? അച്ഛാ പഴം. ആ ഞാനാണടാ പഴം. ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ ഞാൻ തന്നെ പഴം. അയ്യോ, അമ്മ എന്തരമ്മ എന്തു പറഞ്ഞാലും അച്ഛന്റെ എന്നെ കളിയാക്കോ ഇതും. അച്ഛനൊരു കാര്യം അറിയാമോ? ഞാൻ ഈ പോസ്റ്റിന് മുട്ടിരുന്ന് കവിത എഴുതിയിട്ടുണ്ട്. ഏത് കവിതയെന്ന് പറയടാ നീ? മറ്റേ വള്ളി പുള്ളി ഇല്ലേ? വള്ളി പുള്ളിയാ? അല്ലല്ല, വയലിലെ പുള്ളി. എടാ വയലോപ്പള്ളി. വൈലോപ്പിള്ളി. വയലോപ്പിള്ളിയിലെ മാമ്പഴം ഇല്ലേ? അതിന്റെ രണ്ടാമത്തെ പാർട്ടേ അച്ഛന്റെ ഈ മോനല്ലേ എഴുതിയേക്കണത്. അത് ഏതാ അത്? മാങ്ങാണ്ടി. അച്ഛാ മാമ്പഴം മൊത്തം അയാൾ തിന്നില്ലേ, എനിക്ക് കിട്ടിയത് മാങ്ങാണ്ടി. പിന്നെ ഞാൻ അത് വെച്ചങ്ങ് എഴുതി. കൊണ്ട് ഒരു തരത്തിലല്ല. ഒന്നില്ലെങ്കിൽ ഒന്ന് ചോദിച്ചാ ഏത് കവിത എന്നെങ്കിലും ഒന്ന് ചോദിയിരി. ഏത് കവിതയാടാ അത്? അമ്മ ഞാൻ ചോദിച്ചിട്ടായാലും അച്ഛൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ച് എനിക്ക് കിട്ടാൻ പോണ ഒരു അംഗീകാരമാണ്. അച്ഛൻ 8 കയറ്റി പിടിച്ചാലും അമ്മ 9 കയറ്റി പിടിക്കണേ. ഒരിടത്തൊരിടത്തൊരു മാവുണ്ടായിരുന്നു, ആ മാവിലൊരു മാങ്ങ പൂത്തോ, കിളി കൊത്തിക്കൊണ്ട് പോയി എന്റെ മാമ്പഴം. എനിക്ക് കിട്ടിയതോ ഒരു കുറുമിണി മാങ്ങാണ്ടി. എനിക്ക് കിട്ടിയതോ ഒരു വവ്വാലി ചപ്പിയ മാങ്ങാണ്ടി. മക്കളെ മക്കള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. മക്കളൊരു കാര്യം ചെയ്യുമ്പോ അമ്മ മക്കൾക്ക് ആഹാരം എടുത്തു തരാം. നീ കഴിക്കണ ആഹാരത്തിലേ എന്റെ വിയർപ്പിന്റെ അംശമുണ്ട്, നീ ആലോചിച്ചോ? നീ ചുമ്മാതല്ല അമ്മ ആഹാരം തരപ്പെടാ, ഭയങ്കര ഉപ്പ് രസം. മക്കളെ അച്ഛനോട് അങ്ങനൊന്നും പറഞ്ഞുകൂടാ. മക്കള് പഠിച്ച് വളർന്ന് വലുതായിട്ട് വേണം അച്ഛനും അമ്മയ്ക്കും ഒരു കാതലാവാൻ. അപ്പൊ അമ്മയ്ക്കും അച്ഛനും വേണ്ടത് ഒരു പ്ലാവിൻ തൈയാണ്. അതാകുമ്പോ വളരെയും ചെയ്യും, രണ്ടുപേരൊക്കെ ഒരു തണലും ആവും. കാതലുള്ള ഒരു പ്ലാവാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ എനിക്ക് കിട്ടിയതാ മണ്ടയടഞ്ഞൊരു തെങ്ങ്. എന്തിനാ ഈ അച്ഛൻ പറയണത്? അച്ഛൻ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ പോസ്റ്റിന്റെ കൂട്ടിയിരുന്ന് പഠിച്ച് ശാസ്ത്രജ്ഞനും ആവും, പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ എന്റെ ഫോട്ടോയും വരും. ഉറപ്പാണോ? ഉറപ്പാണ്. നേരത്തെ എന്തൊരു പൊട്ടിന്ന് പറഞ്ഞ നിന്റെ പൊട്ടാക്ടർ. ഇങ്ങനെയാണെങ്കിൽ നിന്റെ പൊട്ടാക്ടർ മാത്രമല്ല നിന്റെ ജോമെട്രി പട്ടിയും കൂടെ ഞാൻ അടിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ ഇരുന്നേ പഠിക്കൂ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഫോട്ടോ പത്രത്തിൽ വരും. എന്തെന്ന് വെച്ചാ ഞാൻ ശാസ്ത്രജ്ഞനായെന്ന അല്ല, പോസ്റ്റിന്റെ മൂട്ടിയിരുന്ന് പഠിച്ച ശാസ്ത്രജ്ഞനെ അച്ഛൻ പഞ്ഞി കിട്ടൂ. അച്ഛാ എന്നാലും ഫ്രണ്ട് പേജിൽ തന്നെ വരുമായിരിക്കും അല്ലേ അച്ഛാ എന്റെ ഫോട്ടോ? ഒരു കുടുംബചിത്രമാണോ നമ്മളിപ്പോ ഇവിടെ കണ്ടത്? കഷ്ടപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ്. ഇങ്ങനെയൊക്കെയായിരുന്നോ പണ്ട് പഠിച്ചിരുന്നേ? പഠിക്കില്ലായിരുന്നു? ഓ, എന്റെ അമ്മയ്ക്ക് എന്നെ കൊണ്ട് ഭയങ്കര ശല്യം. സ്കൂളിൽ കയറി എന്ന് കരയാനേ സമയമുള്ളായിരുന്നു. അത് മിക്ക അങ്ങനെ തന്നെയായിരിക്കും അല്ലേ? അല്ല, ഞാൻ പഠിക്കുന്ന കുട്ടിയായിരുന്നു. നാടിന്റെ അഭിമാനമായിരുന്നു. നാടിന്റെ അഭിമാനം. ഒന്ന് നാട് വരെ ഞങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നാട്ടില് എന്നെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് കാണാനില്ലെന്ന് അല്ലേ? കൊള്ളാം കൊള്ളാം. ശരി, എന്നായാലും നല്ലൊരു സ്കിറ്റ് നമ്മൾ കണ്ടു അല്ലേ ചേച്ചി? യെസ്, അല്ല നല്ല മെസ്സേജ് ആയിരുന്നു. കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഇത് തന്നെയാണ് അവസ്ഥ എല്ലാവരും വീട്ടില്. സോ നല്ലൊരു മെസ്സേജ് ആയിരുന്നു, നന്നായിരുന്നു. 3 പേരും നന്നായി അഭിനയിച്ചു. ആൻഡ് അമ്മ വാസ് ദ ബെസ്റ്റ്. അമ്മ വാസ് ദ ബെസ്റ്റ്. ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഈ കിടന്ന് പാട്ടൊക്കെ പാടി പെർഫോം ചെയ്യുന്നേ. ആരാണെങ്കിലും പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതും തനതാളത്തിൽ ഞാൻ 12,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. യെസ്. ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് ട്യൂബ് ലൈറ്റ് ഒക്കെ വാങ്ങി ഇരുന്ന് സ്ക്രിപ്റ്റ് കിഡിലുമായിട്ട് ചെയ്ത് തിരിച്ചു വരാൻ നമ്മളെ കൂടുകൂടാന്ന് ചിരിപ്പിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
സൂപ്പർ നല്ല ഫാഷൻ ഷോ ആൻഡ് ഐ തിങ്ക് എല്ലാ മോഡൽസും സൂപ്പർബായിട്ട് വാക്ക് ചെയ്തു. നല്ല ആറ്റിറ്റ്യൂഡ് ആൻഡ് നന്നായിട്ട് നിറഞ്ഞു നിന്നിട്ടുണ്ട്. സൂപ്പർ. താങ്ക് യു സോ മച്ച്. ശ്വേത ചേച്ചി കുറച്ചുകൂടി ആധികാരികമായിട്ട് പറഞ്ഞെങ്കിലും എനിക്കത് കണ്ടപ്പോൾ ഒരു പ്രേക്ഷക എന്നുള്ളത് നമുക്ക് മനസ്സിലായത് എന്താ പറയുക, ആ കോറിയോഗ്രാഫി ചെയ്ത് ഭയങ്കര നല്ലൊരു ഫോർമേഷനിലാണ് വന്നേ. നടക്കാൻ പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അവരുടെ ഈ കോർഡിനേഷൻ ഒക്കെ നമ്മളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതിന്റെ ഇടയിൽ കുരുങ്ങി രണ്ടെണ്ണം തട്ടി വീണ് ഒരുത്ത അങ്ങ് പോയി ആ ഹീൽസിൽ തെറ്റി വീണ് മൂന്നുപേരിങ്ങനെ വരുന്നു, രണ്ടുപേരെ ഇടയ്ക്കൂടെ ഒക്കെ പോകുന്നു. ഗംഭീരമായിരുന്നു. ഇത് ശരിക്കും എത്ര സമയം കൊണ്ടായിരിക്കും പഠിക്കാൻ നമുക്ക് ഈ ഒരു ഫോർമേഷൻ ഒക്കെ? ഇതൊരു 2-3 hours സെറ്റ് ചെയ്തതാണ്. 2 hours. അത്ര മതി. ഇവര് പ്രൊഫഷണൽസ് ആണല്ലോ, നമ്മളെ പോലെ അല്ല, ഇതില് എല്ലാവരും ആക്ച്വലി 2 പേര് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളവരുള്ളൂ, ബാക്കി എല്ലാവരും ഫ്രഷേഴ്സ് ആണ്. എന്റെ ദൈവം, അത് പറയില്ല കേട്ടോ. എനിക്ക് കിടിലം ട്രെയിനിങ് ആണ്. നിങ്ങൾ ചേർന്നിരിക്കുന്ന അക്കാഡമി കിടിലാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഈ ഷോ സ്റ്റോപ്പർ ആയിട്ട് വിളിച്ചിട്ടുണ്ട് എന്നെ, അത് മേടിച്ചിട്ട് പോയിട്ടില്ല. എനിക്ക് ടെൻഷനുള്ള ഒരു പരിപാടി. ഞാനും പോയിട്ടുണ്ട് കുറെ ഷോസിൽ ഷോ സ്റ്റോപ്പർ ആയിട്ട്. എനിക്ക് ഭയങ്കര ടെൻഷൻ. ഒന്നാമത് ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ എന്റെ കോൺഫിഡൻസ് പോകും. കാരണം അത്രയും ട്രെയിൻഡ് ആയിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതാണിപ്പോ ലിറ്ററലി. ഈ കൊച്ചിനെ കാണാൻ ബേബി ശാലിനെ കണക്കില്ലേ? നീ അത് എന്ത് പറയാത്ത നീ നോക്കിയിരിക്കുന്നു. ശാലിനി ഇപ്പൊ ബേബി അല്ല കേട്ടോ, ബേബി ശാലിനി ചേച്ചിയെ പോലെ ഇല്ലേ? എന്റെ ദൈവമേ. മതി, ഇനി ഞാൻ ഏറ്റെടുത്തോട്ടെ. നന്ദി, നമസ്കാരം ചേച്ചി. ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ഇവരെല്ലാരും നിൽക്കുമ്പോ ആരാവും? എനിക്ക് മനസ്സിലായി. യെസ്, എല്ലാരും അടിപൊളി. Okay, so they are the main. Come, let's go. Yeah, let's celebrate this. Bye. സാധാരണ ഇങ്ങനത്തെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഈ പേജറിനൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് മിസ് ഇന്ത്യ പട്ടമൊക്കെ കിട്ടാന്നൊക്കെ പറയും. ഇവിടെ തന്നിരിക്കുന്നത് ആരാ? അത് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര വലിയൊരു മൊമെന്റ് ആണ്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു മൊമെന്റ് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. ബിക്കോസ് ഐ എം നോട്ട് എ പാജന്റ് പേഴ്സൺ. ഞാൻ റാമ്പ് മോഡലാണ്. സോ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് വെരി ഫസ്റ്റ് ടൈം ഫോർ മീ. ആകെ ഒരേ ഒരു പാജന്റില ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് നോട്ട് ഫോർ മീ എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ചേച്ചി. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടിയുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഓക്കെ, സൂപ്പർ. സോ കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഒരുപാട് സ്റ്റേജുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ. ഓൾസോ നിങ്ങളുടെ അക്കാഡമി വലുതാവട്ടെ, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അതിന്റെ ബ്രാഞ്ചസ് ഉണ്ടാവട്ടെ. ആൻഡ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും പ്രേക്ഷകരെ വിത്ത് ദിസ് നമ്മൾ ഇന്നത്തെ കോമഡി മാസ്റ്റേഴ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ദിവസം കാണാം മക്കളെ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.